ഹലോ ഫ്രണ്ട്സ്, എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് കുക്കറിൽ നല്ല ചിക്കൻ ബിരിയാണി വെക്കാമെന്നാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ ബിരിയാണി വെച്ചെടുക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുക്കറിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം. ഇത് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള കൂടെ ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. സവാള കൂടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 2 പട്ട, ഒരു 5-6 ഗ്രാമ്പൂ, ഒരു 3 ഏലക്ക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്തെടുക്കുക. ഒരു 3 സവാളയുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സവാള നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുകൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പച്ചമുളക് കൂടെ ഇടുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബിരിയാണി മസാലയാണ്. 1 ടീസ്പൂണോളം ബിരിയാണി മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയുടെ കുത്തൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒന്ന് കുറച്ച് ഉടഞ്ഞു കിട്ടണം. തക്കാളിയൊക്കെ കുറച്ച് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിൽ കുറച്ച് മുളകും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പുതിന ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി കഴുകിയതാണ്, കുതിർക്കേണ്ട ആവശ്യമില്ല. കഴുകി അതേപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതൊരു 2 ഗ്ലാസ് അരിയുണ്ട്. അരി ഇട്ടതിന് ശേഷം നമുക്കിത് ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളമാണിത്. 2 ഗ്ലാസ് ആണ് ഞാൻ എടുത്തത്. രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചിക്കനിലും വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ അധികം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോറിന് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലവണ്ണം അടച്ചു വെച്ചിട്ട് ലോ സിമ്മില് ഒരു വിസില്, നമ്മുടെ കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ചോറൊക്കെ ഒട്ടിപ്പിടിക്കാതെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം.